നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കാര്യങ്ങൾ യുക്തിയുക്തമായി ആലോചിച്ച് ഉറച്ച ശരഭൻ തുടർന്ന് ഇപ്രകാരം പറഞ്ഞു: മഹാപ്രഭോ, അതിസമർത്ഥനായ ഒരു ചാരനെ അതിവേഗത്തിൽ അസുരവരൻ്റെ അടുത്തേക്ക് അയക്കുക. അതിസാമർഥ്യത്തോടെ പരീക്ഷിച്ച് അറിഞ്ഞ് പിന്നീട് ന്യായമനുസരിച്ചു ചെയ്യാം. സമർത്ഥനായ ജാമ്പവാൻ ശാസ്ത്രാനുസാരം ചിന്തിച്ച് ദോഷമില്ലാത്തതും ഗുണമുള്ളതുമായ വാക്കുകൾ തിരുമുമ്പാകെ സാദരം ഉണർത്തി. ദേവ, മഹാപാപിയും കഠിന ശത്രുവുമായ രാവണന്റെ അനുജൻ ദേശകാലങ്ങൾക്ക് യോജിക്കാത്ത മട്ടിൽ വന്നിരിക്കുന്നു. എല്ലാവിധത്തിലും ശങ്ക്യനായി കരുതണം. ന്യായാന്യായങ്ങളിൽ വിശാരദനും ചൊൽമികവുള്ളവനുമായ മൈന്ദൻ ഏറ്റവും യുക്തിയോടെ: മഹാപ്രഭോ, രാക്ഷസ ചക്രവർത്തിയുടെ തമ്പിയാണ് വന്നിട്ടുള്ളത്. സമർത്ഥനായൊരു ചാരനെ അവൻ്റെ സമീപത്തിലയച്ച് മനസ്ഥിതി എന്താണെന്ന് തികച്ചും വ്യക്തമായി അറിയണം. ദുഷ്ടനോ ശിഷ്ടനോ എന്ന് മനസ്സിലാക്കുവാൻ നരേന്ദ്രനായ അവിടുത്തേക്ക് സാധിക്കുമല്ലോ. അവിടുത്തെ തിരുവുള്ളത്തിൽ തോന്നുന്നത് സത്യമല്ലേ? അമാത്യോത്തമനും അമേയ സംസ്കാരമുള്ളവനും അചിന്ത്യശക്തനുമായ അനിലാത്മജൻ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ മൃദുവായി ചുരുക്കത്തിൽ തുടർന്നു: സ്വാമി, ബുദ്ധിമാന്മാരിൽ അഗ്രേസരനും വാഗ്മികളിൽ അദ്വിതീയനുമായ നിന്തിരുവടിയെ ജയിക്കുവാൻ സാക്ഷാൽ ബൃഹസ്പതിക്ക് പോലും സാധ്യമല്ല. വെറുതെ വാദിക്കുവാനോ മറ്റുള്ളവരിൽ സ്പർദ്ധ ജനിപ്പിക്കുവാനോ സ്വന്തം യോഗ്യത വ്യക്തമാക്കുവാനോ അഭിപ്രായം പറയുവാനുള്ള ആഗ്രഹത്തിനാലോ അല്ല അടിയൻ ഉണർത്തിക്കുന്നത്. സ്വാമി, അടിയന് വളരെ പരിമിതമായ വിജ്ഞാനമേ ഉള്ളൂ. എന്നാൽ കാര്യത്തിൻ്റെ ഗൗരവമോർക്കുമ്പോൾ ഉണ്ടായ വാസ്തവാഭിപ്രായം വ്യക്തമാക്കുകയാണ്. മഹാപ്രഭോ, വിഭീഷണനിലുള്ള ഗുണവും ദോഷവും പരീക്ഷിച്ചറിയുവാനാണല്ലോ നിന്തിരുവടിയുടെ സജീവന്മാർ പറഞ്ഞത്. എന്നാൽ അതിൽ ദോഷമാണ് അടിയൻ കാണുന്നത്. അത്തരത്തിലുള്ള പണി ശരിയാകുമെന്നും തോന്നുന്നില്ല. ഏതെങ്കിലും കാര്യത്തിന് നിയോഗിക്കാതെ നന്മയറിയുവാൻ എളുപ്പമല്ല. പെട്ടെന്ന് എന്തെങ്കിലും നിർദ്ദേശിക്കുന്നത് ദോഷകാരണമായേക്കും. നിപുണനായൊരു ചാരനെ വിട്ട് ഗുണദോഷങ്ങളെ അറിയുക നല്ലതാണെന്ന് അവിടുത്തെ മന്ത്രിമാർ പറഞ്ഞതും യുക്തമായിട്ട് അടിയന് തോന്നുന്നില്ല. ആവശ്യമില്ലാത്തൊരു കാര്യമാണത്. അതുകൊണ്ട് ശരിയാവുകയില്ല. അദേശത്തിലും അകാലത്തിലും വന്നവനാണ് വിഭീഷണൻ എന്ന അഭിപ്രായത്തിൽ ഒന്ന് ഉണർത്തിക്കുവാനുണ്ട്. ദേശവും കാലവും ഇതാണ് ഏറ്റവും സമുചിതമെന്നാണ് അടിയൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. ഒരുവനിൽ നിന്ന് മറ്റൊരുവനിൽ അഭയം പ്രാപിക്കുമ്പോൾ നന്മയും തിന്മയും ആലോചിക്കും. ദുഷ്ടതയെ രാവണനിലും ശിഷ്ടതയെ പരാക്രമത്തെ നിന്തിരുവടിയിലും കണ്ട വിഭീഷണൻ സ്വയം ആലോചിച്ച് തീർപ്പ് ചെയ്ത് അതനുസരിച്ച് ഇവിടെ വന്നത് ഏറ്റവും യുക്തമായിട്ടാണ് കാണുന്നത്. അജ്ഞാനരൂപികളായവരെ കൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് അറിയുവാനുള്ള വാക്കുകളിൽ മറ്റൊരു സംശയവും തോന്നുന്നു. സ്വാമി, പെട്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയുവാൻ മഹാവിജ്ഞനായവൻ കൂടി അല്പം ശങ്കിക്കും. പാഴ് ചോദ്യങ്ങളായി തീർന്നാൽ മിത്രമല്ലാതാവുക കൂടി ചെയ്തേക്കും. വാക്കുകളെ കൊണ്ട് തന്നെ ഭാവം മറയ്ക്കുവാൻ സാധിക്കുന്ന ഒരുവൻ്റെ ഉള്ള് മനസ്സിലാക്കുവാൻ അതിസമർത്ഥനായ ചാരന് പോലും വേഗത്തിൽ സാധിച്ചെന്നു വരികയില്ല. പ്രഭോ, വിഭീഷണൻ്റെ വാക്കുകളിൽ ദുഷ്ടതയുടെ ലേശം പോലും കാണുന്നില്ല. പ്രസാദം കൊണ്ട് ശോഭിക്കുന്നതാണ് ആ വദനം. അതുകൊണ്ട് വിഭീഷണനിൽ ഒരു സംശയവും അടിയന് തോന്നുന്നില്ല. ഷടനായൊരുവൻ സംശയലേശം ഇല്ലാതെ തികച്ചും സ്വസ്ഥതയോടെ സമീപത്ത് വരികയില്ല. രാക്ഷസപ്രവരനായ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ യാതൊരു ദുഷ്ടതയും കാണാത്തതിനാൽ ഒട്ടും തന്നെ വിഷമം അടിയന് തോന്നുന്നില്ല. സ്വാമി, രൂപം കൊണ്ട് മറിച്ചാലും ചിത്തവൃത്തി പ്രകാശിക്കാതിരിക്കുമോ? എല്ലാം അറിയാവുന്ന പ്രഭോ, ദേശവും കാലവും ഉചിത കർമ്മവും ഒത്തുചേർന്നാൽ ഏതൊന്നും സഫലമാകും. നിന്തിരുവടിയുടെ ഉദ്യമം, ദശാനനൻ്റെ പാഴ്വേല ഇവ കണ്ടതിനാൽ ബാലിയുടെ വധം, സുഗ്രീവാഭിഷേകം എന്നിവ കേട്ടതിനാൽ സ്വന്തം നാട്ടിൽ അധിവസിക്കുവാൻ ആഗ്രഹമുള്ള വിഭീഷണൻ വന്നത് ഏറ്റവും ബുദ്ധിപൂർവമായിരിക്കുന്നു. ഈ ഒരൊറ്റ കാരണത്താൽ തന്നെ ഇദ്ദേഹത്തെ സ്വീകരിക്കാം. അമർഷിയായ അഗ്രജൻ്റെ സാമീപ്യത്തെ പോലും പരിത്യജിച്ച് വന്ന ഈ അസുരശ്രേഷ്ഠൻ്റെ ആർജവത്തെക്കുറിച്ച് അടിയൻ മനസ്സിലാക്കിയിടത്തോളം ഉണർത്തിച്ചു. വേണ്ടതെന്തോ അത് അത്ഭുത ബുദ്ധിമാനും ഏതൊന്നിനും പ്രമാണമായിട്ടുള്ളവനുമായ അവിടുന്നാണ് തീർച്ചപ്പെടുത്തേണ്ടത്. ദുർജയനായ ശ്രീരാമചന്ദ്രൻ പവനതനയൻ്റെ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ കേട്ട് പ്രസന്നവദനായി സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചു. എൻ്റെ അടുത്ത് അഭയം അർത്ഥിച്ചു വന്ന വിഭീഷണനെ പറ്റി നിങ്ങളുടെ അന്തർഗതങ്ങൾ മനസ്സിലായി.
എൻ്റെ മംഗളകാംക്ഷികളായ നിങ്ങളോട് രാക്ഷസേന്ദ്രനെക്കുറിച്ച് ചിലത് പറയുവാനുണ്ട്. സസ്നേഹം അതിനെ കേൾക്കുമല്ലോ. ആശ്രിതനായി മിത്രഭാവത്തിൽ വന്നവൻ ദുഷ്ടനാണെങ്കിൽ കൂടി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. സജ്ജനങ്ങളുടെ വിധിയുമാണത്. ദേവന്റെ വാക്കുകൾ കേട്ട് വാനര രാജാവ് അല്പമൊന്ന് ആലോചിച്ചു. ആ സുശോഭനമായ ആശയത്തെ ഇങ്ങനെ തുടർന്നു. പ്രഭോ, ദുഷ്ടനോ അദുഷ്ടനോ ആരു തന്നെ ആകട്ടെ, ആപത്തിൽപ്പെട്ട സഹജനെ ഏതൊരുവനാണ് ഉപേക്ഷിക്കുക? സ്വന്തം സഹോദരൻ കൂടി വെടിഞ്ഞാൽ അവന് പിന്നീട് സഹായത്തിന് ഏതൊരുവനാണ് ഉണ്ടാവുക? കപീശ്വരന്റെ അഭിപ്രായം കേട്ട രഘുപുങ്കവൻ സസ്മിതം എല്ലാവരെയും തൃക്കൺ പാർത്തു. ഉത്തമ ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ലക്ഷ്മണനോട് ആ സത്യവിക്രമി അരുളി ചെയ്തു. കുമാര, എല്ലാ ശാസ്ത്രങ്ങളെയും അഭ്യസിക്കാതെ വൃദ്ധന്മാരെ സേവിക്കാതെ സുഗ്രീവൻ പറഞ്ഞതുപോലെ ഏതൊരാൾക്കും പറയുവാൻ സാധ്യമല്ല. എന്നാൽ അതിസൂക്ഷ്മമായൊരു കാര്യം ഇതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ രാജാക്കന്മാർക്കും പ്രത്യക്ഷമായും ലൗകികമായും കാര്യങ്ങൾ പലതും സംഭവിക്കാറുണ്ട്. അയൽവാസികളായ രാജാക്കന്മാർ എന്ന പോലെ സ്വന്തം കുടുംബക്കാർ കാലക്കേടിൽ പെട്ടവനെ ഉപദ്രവിക്കുകയാണ് പതിവ്. ആ സമയത്ത് ശേഷക്കാർ കൂടി ശത്രുക്കളായി മാറും. അതിനുള്ളൊരു ചുറ്റുപാടിൽ പെട്ടവനാണ് വിഭീഷണൻ. ശ്രേഷ്ഠന്മാരായ മിത്രങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ബഹുമാനിക്കുകയാണ് അപ്പോൾ ചെയ്യുക. നൃപേന്ദ്രന്മാർ സാധുക്കളായവരെ കൂടി ശങ്കിക്കുകയും വേണം. സുഗ്രീവ, ശത്രുപക്ഷത്തിൽ നിന്ന് വന്നവനെ സ്വീകരിക്കുന്നതിൽ തിന്മഫലമുണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ശാസ്ത്രോക്തമായ കാര്യമൊന്ന് ഞാൻ അതിന് പറയാം, കേൾക്കൂ. വിഭീഷണന് നാം ശേഷക്കാരല്ല, അദ്ദേഹം സ്വരാജവാസകാംക്ഷിയുമാണ്. വിഘ്നന്മാരായവർക്ക് കൂടി ഇത്തരം ആശയുണ്ടാകും. അതുകൊണ്ട് വിഭീഷണൻ സ്വീകാര്യനാണ്. ശേഷക്കാർ തമ്മിലാണെങ്കിൽ സസന്തോഷം ചേരുകയില്ല, കലഹിക്കുകയാണ് പതിവ്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ഉച്ചത്തിലാണ് പുറപ്പെട്ടത്. ഭയം ഇല്ലാത്തവന് ഇങ്ങനെ ഉറക്കെ പറയുവാൻ സാധിക്കുകയില്ല. സഹോദരന്മാർ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടാകും. ആ നിലയിൽ നോക്കിയാലും വിഭീഷണൻ സ്വീകാര്യനാണ്. സുഹൃത്തെ, സഹോദരന്മാർ എല്ലാവരും എൻ്റെ ഭരതനെ പോലെ ആകുകയില്ല. എന്നെ പോലെയുള്ള പുത്രന്മാരെ എല്ലാ പിതാക്കന്മാർക്കും കിട്ടിയെന്ന് വരില്ല. മിക്ക പേർക്കും അങ്ങയെപ്പോലെയുള്ള ചങ്ങാതിമാരെ സമ്പാദിക്കുവാനും ഇടവരില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.